ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് ധാരാളമായി കിട്ടുന്ന ഒരു മീനാണ് മത്തി അഥവാ ചാള. മത്തി കൊണ്ടുള്ള നല്ലൊരു കുരുമുളക് വറ്റിച്ച കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മത്തി കുരുമുളക് വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 തിരി കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തിരിയെല്ലാം മാറ്റി കുരുമുളക് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തു വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉള്ള പുളി. ഈ പുളി നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതിനു വേണ്ടി കുതിർത്തേണ്ട പുളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 20 ചെറിയുള്ളിയെങ്കിലും എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ചെറിയുള്ളി വളരെ ചെറുതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതിയാവും. നമ്മളിവിടെ ഒരു 10 മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 മത്തിക്ക് അത്രയൊക്കെ മതിയാവും. ഇനി നമുക്ക് ഈ പുളി ഒന്ന് കുതിർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളമൂടെ ഒഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് കിട്ടണം പുളി. ആ സമയം തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ പച്ചമുളകും ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും ചൂടാവില്ല. അതൊന്ന് നമുക്ക് സാവകാശം തന്നെ ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കറികളിലൊക്കെ കല്ലുപ്പാണ് അധികം യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇപ്പം ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കത് വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്തെടുത്തിരിക്കുന്ന അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് അരച്ച് ചേർത്തിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ കറിയിലേക്ക് പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളകും ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ആകുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നാടൻ കറിയാണല്ലോ, അപ്പം കാന്താരി മുളക് കുറച്ചുകൂടി ചേരും. പച്ചമുളകിന് പകരം ഞാൻ ഇവിടെ 2 പച്ചമുളക് ചേർത്ത്. കാന്താരി മുളകാണെങ്കിൽ ഇവിടെ ഒരു 8 എണ്ണെങ്കിലും ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി നമുക്ക് ആദ്യം തന്നെ വഴറ്റിയെടുക്കുന്നതിലേക്ക് മുറിച്ചിട്ട് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. ഇതുപോലെ അരച്ച് ചേർക്കുകയും ആവാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് തീ ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുന്നത് വരെ തന്നെ തിളപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഈ മത്തി ഒന്ന് വേവിച്ചെടുക്കാം. മത്തിയൊന്നും അധികം ഒടിഞ്ഞു പോവാത്ത രീതിയിൽ ഗ്രേവി ഒന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഇതാ ഇവിടെ എൻ്റെ മത്തി കുരുമുളക് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന മത്തിക്കറികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പക്ഷെ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. അതുപോലെ വളരെ ഹെൽത്തിയുമാണ്. കുരുമുളകാണെങ്കിലും മത്തി എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു മീനാണ്. അതുകൊണ്ട് ഈ മത്തിക്കറി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.